UDFിന് ഉറച്ച വേരോട്ടമുള്ള എറണാകുളം. തെരഞ്ഞെടുപ്പുകളും ഉപതെരഞ്ഞെടുപ്പുകളും അനവധി കണ്ട എറണാകുളം ഏറ്റവും അധികം തവണ തുണച്ചത് കോൺഗ്രസിനെയും UDFിനെയുമാണ്. കഴിഞ്ഞ 7 തെരഞ്ഞെടുപ്പുകളിൽ LDFിന് മണ്ഡലം പിടിക്കാനായത് 2 തവണ മാത്രമാണ്. മണ്ഡലത്തിൽ ലാറ്റിൻ സമുദായ വോട്ടുകളാണ് ഏറെ നിർണായകം. നമുക്ക് സ്ഥാനാർത്ഥികളെ ക്ഷണിക്കാം. ഒരു സ്ഥാനാർത്ഥി ഇനിയും വരാനുണ്ട്. NDAക്ക് സ്ഥാനാർത്ഥി ഇതുവരെ ആയിട്ടില്ല എറണാകുളത്ത്. അപ്പോൾ എറണാകുളത്ത് ഇത്തവണ മത്സരിക്കുന്ന UDFിന്റെയും LDFിന്റെയും സ്ഥാനാർത്ഥികൾ ഇതാ വന്നു കഴിഞ്ഞു. നമുക്ക് സ്ഥാനാർത്ഥികളെ സ്വാഗതം ചെയ്യാം. UDFിന് വേണ്ടി സിറ്റിംഗ് MP ഹൈബി ഈഡൻ തന്നെയാണ് അണിനിരക്കുന്നത്. ഒരു സർപ്രൈസ് ആയിരുന്നു LDFിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ. ആരാണ് ഈ KJ ഷൈൻ എന്ന് ചോദിച്ചവരുടെ മുന്നിലേക്ക് ഷൈൻ ടീച്ചർ നല്ല ഷൈനിങ് സ്മൈലുമായി വന്നു നിന്നു. ഇപ്പോൾ പ്രചാരണത്തിൽ ബഹുദൂരം മുന്നിലെത്തിയിരിക്കുകയാണ് LDF സ്ഥാനാർത്ഥി KJ ഷൈൻ. പറവൂരിന് പരിചിതയാണ്. ഇപ്പോൾ എറണാകുളത്തിന് മുഴുവൻ പരിചിതയാകാനായിട്ടുള്ള ഒരു ശ്രമത്തിലുമാണ് ഷൈൻ ടീച്ചർ. അപ്പോൾ ഷൈൻ ടീച്ചറിന്റെ എറണാകുളത്തെ സാന്നിധ്യം അത് ഹൈബി ഈഡന്റെ സിറ്റിംഗ് മണ്ഡലമാണ്. ആ മണ്ഡലത്തിന് ഏതെങ്കിലും തരത്തിൽ ഇളക്കം തട്ടിക്കുമോ? NDAയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കും? അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. ഈ 2 സ്ഥാനാർത്ഥികളെ വെച്ച് വേണം നമുക്ക് വിലയിരുത്താൻ. ലത്തീൻ സമുദായത്തിന് നിർണായകമായ പ്രാധാന്യമുള്ള മണ്ഡലത്തിലാണ് ഹൈബി ഈഡനും KJ ഷൈനും ഏറ്റുമുട്ടുന്നത്. നമുക്ക് 2019 തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരുന്നു ഹൈബിയുടെ പെർഫോമൻസ്, വിജയത്തിലേക്ക് എത്തിയത്, എത്ര വോട്ടുകൾ നേടിയാണ് എന്ന് കൂടി നോക്കാം. 2019 പോൾ പൊസിഷൻ ഇങ്ങനെയാണ്. ഹൈബി ഈഡൻ 4,91,263 വോട്ടുകളാണ് നേടിയത്. ജില്ലയിലെ തന്നെ ഏറ്റവും പ്രമുഖനായ കാൻഡിഡേറ്റിനെയാണ് CPIM രംഗത്തിറക്കിയത്. നിലവിലെ നമ്മുടെ മന്ത്രി പി രാജീവിന് പക്ഷേ പിടിക്കാൻ കഴിഞ്ഞത് 3,22,110 വോട്ടുകൾ മാത്രമാണ്. അതാണ് ഇത്തവണ ഹൈബിക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം. സാക്ഷാൽ പി രാജീവ് ഇറങ്ങിയിട്ടും ഇത്രയല്ലേ പിടിച്ചുള്ളൂ എന്ന്. പക്ഷേ അങ്ങനെ അങ്ങ് ആത്മവിശ്വാസം കൊള്ളാൻ കഴിയുമോ എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാണ്. കാരണം അന്ന് എതിർ സ്ഥാനാർത്ഥിയായി NDAയുടെ അൽഫോൺസ് കണ്ണന്താനവും ഉണ്ടായിരുന്നു. അൽഫോൺസ് കണ്ണന്താനം പിടിച്ച 1,37,749 വോട്ടുകൾ അത് ഇക്കുറി വരുന്ന NDA സ്ഥാനാർത്ഥിക്ക് പിടിക്കാൻ കഴിയുമോ എന്ന ചോദ്യവും അവിടെ ബാക്കിയാണ്. ഹൈബി ഈഡന്റെ ഭൂരിപക്ഷം ഒരു വലിയ ഭൂരിപക്ഷമായിരുന്നു. 1,69,053 വോട്ടുകൾ നേടിയാണ് ഹൈബി ഈഡൻ 2019 എറണാകുളം MP എന്ന പേര് തന്റെ പേരിനൊപ്പം ചേർത്തത്. ഇനി വോട്ട് ശതമാനത്തിലേക്ക് വരാം. വലിയ അന്തരം തന്നെ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. UDFിന്റെയും LDFിന്റെയും NDAയുടെയും വോട്ട് കണക്ക് ഗ്രാഫ് ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. UDF 50.78% കഴിഞ്ഞ തവണ നേടിയ വോട്ടുകൾ. LDFിന് ഒരു 17% കുറവുണ്ട്. 33.30 LDF നിൽക്കുന്നത്. NDA ആകട്ടെ 15 തൊട്ടിട്ടില്ല, തൊട്ടരികെയായിരുന്നു. അൽഫോൺസ് കണ്ണന്താനം 14.24% NDAയുടെ വോട്ട് വിഹിതം. ഇനി പറയേണ്ടത് 2021 നിയമസഭയുടെ കണക്കാണ്. ലോക്സഭയും നിയമസഭയും 2 രീതിയിലാണ് ചിന്തിക്കുന്നതെന്ന് പല മണ്ഡലങ്ങളും പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എങ്ങനെയാണ് 2021 എറണാകുളം ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ 7 നിയമസഭാ മണ്ഡലങ്ങൾ ചിന്തിച്ചത് എന്നുള്ള കണക്കിതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. ചുവപ്പും UDFും LDFും ഒരേപോലെയാണോ ഇതിൽ നിൽക്കുന്നത്? അതിൻ്റെ ഒരു കാറ്റഗറി എങ്ങനെയാണ് നിൽക്കുന്നത്? അതിൽ എത്രത്തോളം ആത്മവിശ്വാസം വേണം എന്ന ചോദ്യം ഉയർന്നാൽ പറവൂരിൽ UDFിന്റെ വിജയം എന്ന് പറയുന്നത് 2 പതിറ്റാണ്ടോളമായി തുടരുന്ന വിജയമാണ്. VD സതീശൻ സ്വന്തമാക്കി വെച്ചിരിക്കുന്ന മണ്ഡലമാണ്. കളമശ്ശേരി ചുവന്നു, വൈപ്പിൻ ചുവന്നു, കൊച്ചി ചുവന്നു, അതുപോലെ തന്നെ അത്രേ ചുവന്നിട്ടുള്ളൂ. അപ്പോൾ 4-3 എന്നുള്ളതാണ് കണക്ക് നിൽക്കുന്നത്. സാമുദായിക വോട്ടുകളിലേക്ക് കൂടി വരാം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അഡ്വാൻറ്റേജ്, ഒപ്പം UDFിന്റെ കോട്ട, അതൊക്കെ ഇപ്പോൾ ഹൈബി ഈഡന് തുണയായി നിൽക്കുകയാണ്. ഇനി അറിയേണ്ടത് സമുദായം ആരെ തുണയ്ക്കും. കാരണം KJ ഷൈനെ ഇറക്കിയത് വെറുതെയല്ല എന്ന് വ്യക്തമാണ്. അപ്പോൾ സാമുദായിക വോട്ടുകളുടെ ഒരു റെപ്രസെന്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദു വോട്ടുകൾ 53.1% എറണാകുളം മണ്ഡലത്തിലുള്ളത്. ക്രിസ്ത്യൻ വോട്ടുകളാകട്ടെ 32.1. ക്രിസ്ത്യൻ എന്ന് പറയുമ്പോൾ ലത്തീൻ കത്തോലിക്കരുടെ ഭൂരിപക്ഷമാണ് എറണാകുളം മണ്ഡലത്തിൽ ഉടനീളം നിൽക്കുന്നത്. മുസ്ലിം വിഭാഗത്തിന് 14.7% വോട്ടുകളുണ്ട്. മറ്റുള്ളവരെല്ലാം ചേർന്ന് 0.1%. ഇതാണ് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിന്റെ ഡാറ്റയായി നമ്മുടെ മുന്നിലുള്ളത്. നോക്കൂ, എറണാകുളം എന്ന് പറയുന്നത് നിശ്ചയമായും കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും ഉറച്ച മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ്. യാതൊരു സംശയമുണ്ട്. അവിടെ ഇപ്പോൾ നേരത്തെ ഹൈബി ഈഡന്റെ അച്ഛനായിട്ടുള്ള ജോർജ് ഈഡൻ പലതവണ എറണാകുളത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം KV തോമസ് പലതവണ എറണാകുളത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. അവർ 2 വിജയിച്ചിട്ടുള്ളത് UDF കാൻഡിഡേറ്റ് ആയിട്ടാണ്. അതേസമയം സെബാസ്റ്റ്യൻ പോളിനെ ഇറക്കിക്കൊണ്ട് അന്ന് സെബാസ്റ്റ്യൻ പോൾ വിജയിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട്. ആദ്യം സെബാസ്റ്റ്യൻ പോൾ വിജയിക്കുന്നത് കരുണാകരൻ DIC ഉണ്ടാക്കി ടെലിവിഷൻ ആയിരുന്നു അന്ന് സെബാസ്റ്റ്യൻ പോളിന്റെ ചിഹ്നം. അതെ, എല്ലാവരും ടെലിവിഷൻ കാണണമെന്ന് കരുണാകരൻ നടത്തിയ വാർത്താ സമ്മേളനം ഇപ്പോഴും നമുക്കൊക്കെ ഓർമ്മയുള്ളതാണ്. ആ അർത്ഥത്തിൽ അന്നത്തെ സാഹചര്യം അദ്ദേഹത്തിന് അനുകൂലമായി. പിന്നീട് തുടർന്ന് പരിപാടി അതെ, അപ്പോൾ അങ്ങനെയൊക്കെ ഈ പറയുന്ന സെബാസ്റ്റ്യൻ പോൾ വീണ്ടും മണ്ഡലത്തിൽ വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ LDFിനെയും അനുകൂലിച്ച മണ്ഡലം തന്നെയാണ്. എന്നാൽ എപ്പോഴും സമുദായ സമവാക്യങ്ങൾ അനുകൂലമായിട്ടുള്ളത് UDFിന് തന്നെയാണ്. നോക്കൂ സുജയ് ഇപ്പോൾ പറഞ്ഞതുപോലെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4 മണ്ഡലങ്ങൾ LDFിന് പിടിക്കാൻ കഴിഞ്ഞു എറണാകുളത്ത് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. കാരണം വെച്ചാൽ എറണാകുളം എപ്പോഴും UDFിന് അനുകൂലമായി ചിന്തിച്ചിട്ടുള്ള, UDFിന് തൂത്തുവാരി വിജയം നേടുന്ന കളമശ്ശേരി നോക്കൂ. അതെ, P രാജീവിന്റെ മണ്ഡലമാണ്.
പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം പി രാജീവ് മത്സരിച്ചിട്ട് നമ്മൾ നേരത്തെ കണ്ടതുപോലെ 1,69,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അട്ടിമറിക്കുന്നത് ഹൈബി ഈഡൻ. അട്ടിമറി എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഞാൻ പറഞ്ഞു അത്രയും വലിയൊരു ഭൂരിപക്ഷത്തിലാണ് വിജയിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായി മാറിയത് പി രാജീവ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയും ഹൈബി ഈഡൻ തമ്മിലുള്ള ആ ഒരു വോട്ട് അന്തരം ഉണ്ടാക്കിയതിൽ പ്രധാന കാരണം ലാറ്റിൻ വോട്ടുകളാണ്. ആ ലാറ്റിൻ വോട്ടുകളിൽ തന്നെ നമ്മൾ നോക്കൂ, എൻഡിഎയുടെ പിന്നെ അൽഫോൺസ് കണ്ണന്താനം എത്ര വോട്ടാണ് പിടിച്ചത്? 1,30,000 വോട്ട് പിടിക്കുന്നു എന്ന് പറയുന്നു. അത് നിശ്ചയമായും ഈ രണ്ട് മുന്നണികളെയും ബാധിച്ചു കേട്ടോ. രണ്ട് മുന്നണികളെയാണ് ബാധിച്ചത്. ഇപ്പം ഹൈബി ഈഡനെ ബാധിച്ചിട്ടായിരുന്നു ഹൈബി ഈഡൻ കുറച്ചുകൂടി വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോകുമായിരുന്നു. പക്ഷേ രാജീവും ആ വോട്ടിലേക്ക് കടന്നു കയറിയിട്ടുണ്ട്. അതുകൊണ്ട് രാജീവിന്റെ വോട്ടിലേക്കും ഹൈബി ഈഡന്റെ വോട്ടിലേക്കും ഒരുപോലെ ഒരു സ്പോയിലർ എഫക്ട് ഉണ്ടാക്കി അൽഫോൺസ് കണ്ണന്താനം. പക്ഷേ ഇത്തവണ എൻഡിഎ ഇതുവരെയും കാൻഡിഡേറ്റിനെ പ്രഖ്യാപിച്ചിട്ടില്ല. 2020 പിന്തുണയാണോ, എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വ്യക്തവുമല്ല. അപ്പോൾ മേജർ രവി എന്നൊരു പേര് അവിടെ കേൾക്കുന്നുണ്ട്. മേജർ രവി എന്നൊരു പേര് അവിടെ കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഹൈബിക്ക് ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷം കിട്ടുമെന്നാണ്. മൃഗീയാധിപത്യം എന്നുള്ളതാണ്. ഒന്നാമത് ഈ ഷൈൻ ഒരു വലിയ പ്രധാനപ്പെട്ട വരാപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അപ്പുറം ഇങ്ങോട്ടേക്ക് അത്ര എത്തിയിട്ടില്ല. ഫേമസ് ആണ്. അല്ല, ഞാൻ പറയുന്നത് ആളുകൾക്കിടയിലേക്ക് പറവൂർ ഫേമസ് ആണ്, അതിനിപ്പുറത്തേക്ക് എത്തിയിട്ടില്ല. വരാപ്പുഴ പാലത്തിന് ഇപ്പുറത്തേക്ക് കടന്നിട്ടില്ല എന്നൊരു പ്രതികരണം പലരും വന്നു വരികയാണ്. കഴിഞ്ഞ തവണ കോൺഗ്രസിനകത്ത് ചില ഉൾപാർട്ടി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തവണ അതുമില്ല. ആ ചില പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. ലത്തീൻ സഭയ്ക്ക് ഇപ്പോൾ ഇടത് സർക്കാരിനോടുള്ള എതിർപ്പ്, അപ്പോൾ ഒന്നടങ്കം UDF പിന്നിൽ. മാത്രമല്ല ഹൈബിയുടെ ചില പദ്ധതികൾ എത്രത്തോളം സ്വീകാര്യമായി എന്നുള്ളതാണ് യുവാക്കൾക്കിടയിൽ. ഈ മെനിസ്ട്രൽ കപ്പ് വിഷയമൊക്കെ ഉണ്ട്. അത് വലിയ വിപ്ലവകരമായ മാറ്റമായിരുന്നു. അത് വലിയ തോതിൽ തന്നെ യൂത്തിനിടയിൽ, പെൺകുട്ടികൾക്കിടയിൽ വലിയൊരു സ്വീകാര്യത ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അതൊക്കെ തന്നെ പ്രതിഫലിക്കുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഹൃദയത്തിലുള്ള ഹൈബിയും മനസ്സിലുള്ള ഷൈൻ ടീച്ചറും തമ്മിലുള്ള ഒരു മത്സരം, അതിനിടയിലേക്ക് മേജർ രവി കൂടി ലാൻഡ് ചെയ്യുമ്പോൾ സമുദായ വോട്ടുകൾ എങ്ങനെ സ്പ്ലിറ്റ് ആകും, അതാണ് എറണാകുളത്ത് നിന്ന് ഇനി അറിയാനുള്ളത്. പക്ഷേ നിശ്ചയമായും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഹൈബിയുടെ തന്നെയാണ് അഡ്വാൻറ്റേജ് ഉള്ളത്. ഹൈബിയുടെ തന്നെയാണ് ഒരു പക്ഷേ 26-ാം തീയതിക്ക് ശേഷം ജൂൺ 4-ന് വോട്ടെണ്ണുമ്പോൾ വിജയിച്ചു വരാൻ പോകുന്ന എറണാകുളത്ത് നിന്ന് ഹൈബി ഈഡൻ ആയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ആ വിലയിരുത്തൽ തന്നെയാണ് ഇടതുപക്ഷത്തിനുമുള്ളത്. പക്ഷേ പരമാവധി നല്ല മത്സരം കാഴ്ചവെക്കുക. മാത്രമല്ല 2 സീറ്റുകൾ മാത്രമാണ് ഇടതുമുന്നണി വനിതകൾക്ക് നീക്കിവെച്ചത്. അതിൽ ഒന്ന് വടകരയിൽ KK ശൈലജയാണ്, മറ്റൊന്ന് എറണാകുളത്ത് KJ ഷൈനാണ്. അപ്പോൾ ഒരു വനിതാ മത്സരാർത്ഥിയായി വരുമ്പോൾ പരമാവധി വോട്ട് പിടിക്കട്ടെ എന്ന് നമുക്കെങ്കിലും ഒന്ന് ആശംസിക്കാം. ഉണ്ണിസാർ ഹൈബി എന്ന് ഉറപ്പിച്ചു നിൽക്കുകയാണ്. മൃഗീയാധിപത്യത്തിനാണ് നമുക്ക് ഇപ്പോൾ സാധ്യതകളാണല്ലോ നമ്മൾ താല്പര്യമല്ലോ. ആ സാധ്യതകളിൽ ഹൈബി ഈഡന് വലിയ ഒരു അഡ്വാൻറ്റേജ് എറണാകുളത്തുണ്ട്. അത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, എറണാകുളത്തെ സാമുദായിക സമവാക്യങ്ങൾ നൽകുന്ന ഒരു പിന്തുണ UDFനുണ്ട്. 2, ഒരു നല്ല പെർഫോമറുമാണ് ഹൈബി ഈഡൻ. ഹൈബി ഈഡൻ ഒരു ജനകീയനാണ്, യുവാവാണ്, ആളുകൾക്കിടയിൽ സർവ്വസമ്മതനാണ്. നിങ്ങളിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിന്നെ യുവജനങ്ങൾക്കിടയിൽ പിന്നെ വലിയൊരു എന്താ പറയുക, ഒരു പിന്തുണ നേടാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല ഘടകങ്ങൾ ഹൈബി ഈഡന് അനുകൂലമായി നിൽക്കുമ്പോൾ ഷൈൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അത്ര പോപ്പുലറായ ഒരു സ്ഥാനാർത്ഥിയല്ല മണ്ഡലത്തിൽ. പിന്നെ ഈ പറഞ്ഞ നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ച ലത്തീൻ സഭയുടെ ഒരു സർക്കാരിനോടുള്ളൊരു എതിർപ്പ്, അതുപോലെ പൊതുവേ നമ്മൾ മണ്ഡലത്തിൽ കാണുന്ന ഒരു സർക്കാർ വിരുദ്ധ തരംഗം, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നിശ്ചയമായും ഹൈബി ഈഡനാണ് ഈ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് ഏറ്റവും സാധ്യത.